രാജേഷിന് വേണ്ടി കരഞ്ഞ് കേരളം. ഈ വീഡിയോ ചെയ്യാൻ 1-2 പ്രാവശ്യം ഞാൻ എടുത്തു, അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ, ആ മോന്റെ കരച്ചിൽ കാണുമ്പോൾ, ആ കൊച്ചുപയ്യന്റെ കരച്ചിൽ കാണുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. ശ്രീ VD സതീശൻ അടക്കം എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നത് സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് വേറൊരാളുടെ ജീവന് വേണ്ടി രാജേഷ് കൊടുത്ത ആ പ്രാധാന്യമാണ്. നമുക്ക് ആ മുനവർലി തങ്ങളുടെ പോസ്റ്റ് വായിക്കാം. ഏറ്റവും മനോഹരമായി തന്നെ ആ വികാരങ്ങൾ ശ്രീ മുനവർലി തങ്ങളുടെ പോസ്റ്റിൽ അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ശ്രീ മുനവർലി തങ്ങളുടെ പോസ്റ്റാണ്. രാജേഷ് മറ്റൊന്നും കേട്ടില്ല, സഹായത്തിനായുള്ള ആ നിലവിളി ഒഴികെ. ഒരു നിമിഷം പോലും മടിച്ചില്ല അദ്ദേഹം. സ്വന്തം ജീവൻ പണയം വെച്ച് സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ കുതിച്ചിറങ്ങിയ മനുഷ്യത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകമായിരുന്നു ആ ചെറുപ്പക്കാരൻ. വിധി അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് കവർന്നെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ത്യാഗവും ധൈര്യവും മനുഷ്യത്വവും ഓരോ ഹൃദയത്തിലും എന്നേക്കുമായി ജീവിച്ചിരിക്കും. പ്രിയ രാജേഷിന് ആദരാഞ്ജലികൾ. ആത്മാവിന് നിത്യശാന്തി. എൻ്റെ അച്ഛൻ്റെ മുഖമൊന്ന് കണ്ടോട്ടെ എന്ന് തേങ്ങിക്കരയുന്ന ആ കുഞ്ഞിന്റെ വേദന ഏതൊരു ഹൃദയത്തെയും കണ്ണീരിൽ അഴുത്തുന്നതാണ്. ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവർ സങ്കടം നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങൾ ഓരോ മനസ്സിലും തീരാത്ത നോവുണർത്തുന്നു. സർവശക്തനായ ദൈവം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ വേദന താങ്ങാനുള്ള കരുത്തും സമാധാനവും നൽകട്ടെ. രാജേഷ് കാണിച്ച നന്മയും ധൈര്യവും മനുഷ്യത്വവും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. രാജേഷിന് എല്ലാവരും ട്രിബ്യൂട്ട് നേരുന്നുണ്ട്. എന്ത് ചെയ്യാനാണെന്നുള്ളതാണ്, അതിനെക്കുറിച്ച് എന്താ പറയുക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ കരച്ചിലെ അത് കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ പകുതിയൊക്കെ ചെയ്തതാണ്. എനിക്കത് പറ്റുന്നില്ല. ഞാൻ വീഡിയോ എന്നിട്ട് ഡിലീറ്റ് ചെയ്തു. എന്തായാലും ആ വേദന റിഫ്ലക്റ്റ് ചെയ്യണം. കാര്യം നമ്മളൊക്കെ 2-3 ദിവസം കഴിഞ്ഞാൽ ഇവരെ മറക്കും. രാജേഷിന് വേണ്ടി സംസ്ഥാന സർക്കാർ വീട് പൂർത്തിയാക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റാത്തത്ര വിഷമമാണുള്ളത്. ശ്രീ രാജേഷിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എപ്പോഴെങ്കിലും അവരുടെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര, നമുക്ക് ഒന്നും പറയാനില്ല. അതായത് കൂടെയുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം വലിയ ത്യാഗം ചെയ്യുന്നത്. ദൈവം അവർക്ക് എല്ലാവിധ നന്മയും നേരട്ടെ.